നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരം ചെന്നൈയിൽ ഇന്ത്യ തകർപ്പൻ വിജയം സ്വന്തമാക്കി. ഇനി രണ്ടാം ടെസ്റ്റിനായിട്ടുള്ള കാത്തിരിപ്പാണ്. 27-ാം തീയതി ഈ മാസം 27-ന് കാൺപൂരിലാണ് രണ്ടാം ടെസ്റ്റ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, WTC ടേബിളിൽ ഇന്ത്യ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. ഇപ്പം ആ ഫൈനലിലേക്ക് ഇടം പിടിക്കാനുള്ള ഫൈനൽ സ്ട്രെച്ചിലാണല്ലോ ടീം ഇന്ത്യ ഉള്ളത്. ബംഗ്ലാദേശുമായിട്ടുള്ള ആദ്യ ടെസ്റ്റോടുകൂടി ആ ഫൈനൽ സ്ട്രെച്ച് ആരംഭിച്ചു. അതടക്കമുള്ള 10 ടെസ്റ്റുകളിൽ നിന്ന് 5 വിജയങ്ങൾ കൂടി നേടിയാൽ ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പാക്കാം. അതിലിപ്പോൾ ഒരു വിജയം ടിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള 9 കളികളിൽ നിന്ന് 4 വിജയം കൂടി നേടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് WTCയുടെ ഫൈനൽ ഹാട്രിക് ഫൈനൽ ഉറപ്പാക്കാം എന്നർത്ഥം. ഇനി വരാനുള്ള മത്സരങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ ഒരു ടെസ്റ്റ്, പിന്നെ ന്യൂസിലാൻഡുമായിട്ട് ഓസ്ട്രേലിയയുമായിട്ടൊക്കെയാണ് ഇന്ത്യക്ക് WTCയുടെ ഫൈനലിന് മുമ്പ് ഇനി ടെസ്റ്റ് മത്സരങ്ങളുള്ളത്. സോ ആദ്യ മത്സരം വിജയിച്ചു. രണ്ടാം മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ചെന്നൈയിൽ നമ്മൾ കണ്ടത് റെഡ് സോയിൽ പിച്ചായിരുന്നു. വളരെ സ്പോട്ടി ആയിട്ടുള്ള ബൗൺസി ആയിട്ടുള്ള ഒരു റെഡ് സോയിൽ പിച്ചാണെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിന് കാൺപൂരിൽ ബ്ലാക്ക് സോയിൽ പിച്ചായിരിക്കും. സോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവം, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ളൊരു പിച്ചിലാണ് രണ്ടാം ടെസ്റ്റ് നടക്കാൻ പോകുന്നത് എന്നർത്ഥം. അതോടുകൂടി സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിൻ്റെ കോമ്പിനേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടെന്നല്ല, ആ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാൺപൂരിലെ പിച്ച് ബൗൺസിൻ്റെ കാര്യത്തിൽ മച്ച് ലോവർ ആയിരിക്കും. ചെന്നൈയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മച്ച് ലോവർ ആൻഡ് ലോട്ട് ഫ്ലാറ്റർ ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കും. അതുപോലെ തന്നെ ഒരു വലിയ ടേൺ എന്ന രൂപത്തിൽ കാണുന്നില്ലെങ്കിലും ടേണർ തന്നെയായിരിക്കും പിച്ച് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. സോ ഗുഡ് ന്യൂസ് ഫോർ ബാറ്റേഴ്സ് ആൻഡ് സ്പിന്നേഴ്സ് ഫോർ ഷുവർ. അതാണ് അവിടെ അടുത്ത ടെസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജസ്പ്രീത് ബൂംറയ്ക്ക് വിശ്രമം കൊടുക്കാനുള്ളൊരു സാധ്യത ഇപ്പോൾ ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേസർ, ഇന്നലെ രവീന്ദ്രൻ അശ്വിൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ഇന്ത്യയുടെ കോഹിനൂറാണ് എന്നാണ്. കോഹിനൂർ രത്നമാണ്, അദ്ദേഹത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം കൊടുത്തേക്കാം. അങ്ങനെ വരുമ്പോൾ 3 സ്പിന്നേഴ്സിനെ വെച്ച്, പ്രത്യേകിച്ച് ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം വെച്ച് 3 സ്പിന്നേഴ്സിനെ വെച്ച് കളിക്കാനുള്ളൊരു സാധ്യത. അപ്പോൾ വരുമ്പോൾ കുൽദീപോ ഓർ അക്സറോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ കുൽദീപിനൊരു എഡ്ജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വെറൈറ്റി ഓഫ് ബൗളിങ്ങിൻ്റെ കാരണം അദ്ദേഹത്തിന് എഡ്ജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിപ്പിക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ അക്സറിനെ കളിപ്പിക്കണം. പക്ഷേ അതിനൊരു കാര്യം ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിലില്ല എന്നുള്ളത് കൊണ്ട് കുൽദീപ് തന്നെ കളിക്കാൻ സാധ്യത എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ബാക്കി നമ്മൾ 27-ാം തീയതിയോട് അടുക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. നിലവിലൊരു സാഹചര്യത്തിൽ സെക്കൻഡ് ടെസ്റ്റിനുള്ള ഒരു പ്രോബബിൾ പ്ലേയിങ് 11 നമ്മൾ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മൻ ഗില്ല്, വിരാട് കോഹ്ലി, KL രാഹുൽ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ, രവി അശ്വിൻ, കുൽദീപ് യാദവ്, ഇനി ആകാശ്ദീപ് ആൻഡ് മുഹമ്മദ് സിറാജ്, അല്ലെങ്കിൽ ജസ്പ്രീത് ബൂംറയെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആകാശ്ദീപ് പുറത്തിരുന്നു കൊണ്ട് ജസ്പ്രീത് ബൂംറയും സിറാജും 2 പേസർമാരായിട്ടും കളിച്ചേക്കും. അപ്പോൾ ബൂംറയ്ക്ക് വിശ്രമം കൊടുത്തേക്കാം എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ആകാശ്ദീപ് കളിക്കുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.